ക്രമക്കേടുകൾ, അതോടൊപ്പം തന്നെ നെറ്റിന് വേണ്ടി പരീക്ഷ എഴുതിയ ആളുകൾക്കുണ്ടായ ദുരനുഭവം, രമേശ് ചെന്നിത്തല ഇപ്പം മാധ്യമങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൻപിച്ച പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച വിശദമായൊരു പത്രസമ്മേളനം ഡൽഹിയിൽ നടത്തുകയുണ്ടായി. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷയുടെ സാങ്ക്ടിറ്റി, പവിത്രത പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പറുകൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിൽ നടന്ന വ്യാപം അഴിമതി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മഹാരാഷ്ട്രയിൽ നടന്ന ചോദ്യപേപ്പർ ലീക്കുകൾ അതിനൊരു ഉദാഹരണമാണ്. ഇന്ന് നീറ്റ് പരീക്ഷ എഴുതി 61 പേർക്കാണ് 1ാം റാങ്ക് നൽകിയത്. വ്യാപകമായ അഴിമതിയാണ്. ചോദ്യപേപ്പറിൽ നേരത്തെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. മാർക്കിടുന്ന കാര്യത്തിൽ വ്യാപകമായ വിവേചനമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുകൾ തോന്നിയതുപോലെ നൽകുന്നു. ഇങ്ങനെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത മുഴുവൻ തകർന്നിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഉത്തരം പറയണ്ടേ? കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതിന് മറുപടി പറയണ്ടേ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വളരെയേറെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് പരീക്ഷയെപ്പറ്റി ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് നീറ്റ് പരീക്ഷയിൽ ഒരു വിശ്വാസമില്ലാതായിരിക്കുന്നു. കുട്ടികൾ പരക്കം പായുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസുണ്ട്. അതിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്നലെ നെറ്റ് എഴുതിയ അധ്യാപകരാകാൻ യോഗ്യതയുള്ളവർക്ക് ഉള്ള നെറ്റ് പരീക്ഷയിലും വ്യാപകമായ ക്രമക്കേടുണ്ടായിരിക്കുന്നു. അത് റദ്ദ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം BJPയുടെയും ഭരണകക്ഷിയുടെയും കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരീക്ഷാ പേപ്പറുകൾ ചോദ്യപേപ്പറുകൾ ചോരുന്നതും പരീക്ഷയിലെ ക്രമക്കേടുകളും അവസാനിപ്പിക്കുമെന്ന്. ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നടപടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നു. അനർഹരായ ആളുകൾ ജയിക്കുന്നു. അർഹതപ്പെട്ടവർ തഴയപ്പെടുന്നു. ഈ വൻതോതിൽ നടന്ന അഴിമതി അന്വേഷിക്കണം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത് ചെയ്ത ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം. അങ്ങനെ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. 24-ാം തീയതി പാർലമെന്റ് തുടങ്ങുമ്പോൾ പാർലമെന്റിനകത്ത് കോൺഗ്രസ് പാർട്ടി ഈ വിഷയം ഉന്നയിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പവിത്രത പരിപൂർണമായി നഷ്ടപ്പെടുത്തുന്ന, പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് വിശ്വാസമില്ലാതാകുന്ന ഈ നടപടിയാണ് ഇവിടെ അവസാനിപ്പിക്കേണ്ടത്. ഇവിടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ യദു ചൂണ്ടിക്കാണിച്ച പോലെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. ചോദ്യപേപ്പറുകൾ ലീക്ക് ചെയ്യുകയും ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും മാത്രം ചോദ്യപേപ്പറുകൾ നൽകുകയും ചെയ്യുന്ന ഈ നടപടിക്കെതിരായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാകും. ഇന്ത്യയിലെയും കേരളത്തിലെയും നീറ്റ് എഴുതിയവർക്കും നെറ്റ് എഴുതിയവർക്കും. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയായിരുന്നു. മോദി അധികാരത്തിൽ വന്ന ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നടന്നിരിക്കുന്നത് വലിയൊരു അഴിമതിയാണെന്നും നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ നഷ്ടമായി എന്നും ചെന്നിത്തല. കേന്ദ്ര സർക്കാർ ഇതിന് ഉത്തരം പറയണമെന്നും ഒപ്പം രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായിരിക്കുന്നത്. അർഹതപ്പെട്ടവർ തഴയപ്പെടുന്നു.
കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും 24-ന് പാർലമെന്റ് തുടങ്ങുമ്പോൾ വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നും ചെന്നിത്തല